ബിഗ് ബോസ് തുടങ്ങിയാൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വരുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ രേണു സുധിയെക്കുറിച്ച് വന്ന ഒരു വാർത്തയാണ്. നമുക്ക് രേണു സുധി ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് വാങ്ങുന്ന സാലറിയെക്കുറിച്ച് വന്ന ഒരു വാർത്തയാണ്. കേരള കൗമുദിയിൽ വന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. വാർത്ത അവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വാർത്തയായിട്ടാണ് കൊടുത്തത്. നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തത് മുതൽ പ്രെഡിസ്റ്റൻ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പേരായിരുന്നു രേണു സുധിയുടേത്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിരിക്കുന്ന ഒരാളാണ് രേണു സുധി. ഇപ്പോൾ രേണു സുധി ബിഗ് ബോസിനകത്ത് നിന്ന് ഒരു ദിവസം വാങ്ങുന്ന പൈസ ഇത്രയാണ് എന്ന രീതിയിലാണ് വാർത്ത വന്നത്. നമുക്ക് ആ വാർത്തയിലേക്കും അതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. കേരള കൗമുദിയിൽ വന്നൊരു വാർത്തയാണ്. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നോക്കാം. ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് 2 പേരാണ്. ഒരാൾ രേണുവും മറ്റൊരാൾ അനുമോളുമാണ്. സ്റ്റാർ മാജിക്കിലെ അനുമോൾ. ഇവർക്ക് ഒരു ദിവസം 50,000 രൂപയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രേണുവിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നും ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം. ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നും പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളിയത്. ദിവസം 1 ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടതെന്നും ഒടുവിൽ 50,000 രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു എന്നും റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനവുമായി തിരക്കിലായിരുന്നു രേണു. 100 ദിവസം മാറി നിൽക്കുക ഇതിനെല്ലാം ബാധിക്കും. ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത്. രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്ക് ഉണ്ടായിരുന്നു. പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിലും പറയുന്നത് എന്നാണ് കേരള കൗമുദിയിൽ വന്ന വാർത്ത. എന്തായാലും രേണു സുധി കുറച്ച് നെഗറ്റീവോട് കൂടി, പോസിറ്റീവ് അഭിപ്രായം രേണുവിനെ കുറിച്ച് പുറത്തുണ്ടെങ്കിലും കുറച്ച് നെഗറ്റീവും ഉണ്ട്. എല്ലാം മാറി ഫുൾ പോസിറ്റീവായി രേണു മത്സരാർത്ഥി എന്ന രീതിയിൽ പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. രേണുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.